പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മെയ് അവസാന പകുതി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സപ്പ് നമ്പർ മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്റ്റലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നമ്പർ 1, അതേപോലെ ഈ ഒരു ഫെദർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് ഈ ഒരു മണിയാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, ഈ മെയ് മാസത്തിന്റെ അവസാന പകുതി നിങ്ങൾക്ക് എങ്ങനെയാണ്? പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. മെയ് മാസത്തിന്റെ അവസാന പകുതി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. The Traveler, 6 of Feathers, Chariot energy, 9 of Feathers, 2 of Crystals, 2 of Feathers. Main theme വന്നിട്ട് 8 of Shells. സോ പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ട്രാവലർ എനർജിയാണ്. സോ നിങ്ങൾ വളരെയധികം യാത്ര ചെയ്യാൻ സാധ്യതയുള്ള സമയം ഈ മെയ് മാസത്തിൽ അവസാന പകുതിയിൽ നിങ്ങൾക്ക് യാത്രയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. യാത്രകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള യാത്രകളായിരിക്കും. തിരിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചൊരു യാത്രയൊന്നും ആയിരിക്കില്ല ഇത്, മറിച്ച് പെട്ടെന്ന് ഉള്ള ഒരു യാത്രയായിരിക്കും. അപ്പോൾ വളരെ യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം അങ്ങനെ ഉള്ള ശാരീരികവും മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഛർദിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ റെഡിയാകുക. കാരണം ഈ ഒരു മാസത്തിന്റെ അവസാന പകുതിയിൽ യാത്രകൾ അധികം നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രോത്ത്, ജീവിതത്തിൽ വളർച്ച ഉണ്ടാകാൻ ഉള്ള അവസരങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും അത് ഒരേപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ലൈഫിലേക്ക് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ എന്ന് പറഞ്ഞു ഗിസേൽ എനർജിയാണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുക, പെട്ടെന്ന് നടക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിരിക്കും. പുതിയ കാര്യങ്ങൾ, സാഹസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനും മനസ്സിലാക്കാനും സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് കയറാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. ഈ ഒരു എനർജിയുടെ പ്രത്യേകത നിങ്ങളിലേക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സമയം എന്ന് പറയുന്നത് എന്തിനോ വേണ്ടിയിട്ട്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതം ഹോമിക്കുന്ന ഒരു ഇയാമ്പാറ്റയെ പോലെ ആവരുത് നിങ്ങൾ എന്നുള്ളൊരു സന്ദേശമാണ് ഇതിവിടെ നിങ്ങൾക്ക് തരുന്നത്. കാരണം നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ഹോമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ് ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായഹസ്തം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. എന്നിരുന്നാലും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള, നമ്മൾ ജീവിതത്തിൽ ഒത്തിരി ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കണമെന്നില്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ. നമുക്ക് വളരെ അടുപ്പമുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചതുമാവാം. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നു, നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും മൊത്തം നിങ്ങൾ വളരെ സഹൃദയനായിട്ടുള്ളൊരു വ്യക്തിയാണ്, എല്ലായിടത്തും പരിചയമുള്ള ആളുകളാണ്. അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു, ഫ്രീ ആയിട്ട് പലരും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പലരും കൊടുക്കുന്നു. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ കുറവായിരിക്കാം, അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ബിസിനസ്സായിട്ട് നടത്തുമ്പോൾ അത് ബിസിനസ്സായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. കാരണം ഇവിടെ ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പരിചയമുള്ളവർക്ക് കുറച്ച് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം
അങ്ങനെ ഒരു രീതിയിൽ ചില ബിസിനസ്സുകൾ അങ്ങനെയാണ് നടത്താൻ പറ്റുന്നത്. പക്ഷെ ബിസിനസ് ഏതാണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക. ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോകും. നിങ്ങൾ മറ്റുള്ളവരെ ചിലപ്പോൾ സഹായിക്കുന്നുണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾ വേറെ വയ്ക്കുക. അതായത് ബിസിനസ് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളുടെ ജീവിതമാർഗമാണ്. അപ്പോൾ അതിൽ മറ്റുള്ളവരെ കുറച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ്സിൽ എന്നുള്ളതിലേക്ക് പോകുമ്പോൾ അതല്ല. ബിസിനസ് കൃത്യമായിട്ട് നിങ്ങളൊരു സർവീസ് ഫീ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു വില തന്നെ എല്ലാവരിൽ നിന്നും വാങ്ങിക്കുക. അത് ഇതിനു ശേഷം ഔദാര്യങ്ങളോ സഹായങ്ങളോ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, ചാരിറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളത് വേറെ ആയിട്ട് മാറ്റിവെക്കുക. അതൊരു മറ്റൊരു നിങ്ങളുടെ മനസ്സിനെ സംതൃപ്തിക്ക് വേണ്ടി നിങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു രീതിയിൽ മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഹോട്ടൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, ഏത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങളൊരു ആർക്കോ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ കത്തിത്തീരുന്ന അല്ലെങ്കിൽ സ്വയം ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരിയായിട്ട് മാറാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നു. ചാരിറ്റി എനർജിയാണ് അഗെയിൻ സ്പീഡാണ് ഈ ഒരു മാസത്തിൽ ഈ ഒരു മാസത്തിന്റെ അവസാന പകുതിയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. സ്പീഡ് പലപ്പോഴും നല്ലതാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ സ്പീഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫോക്കസ് ഇപ്പോൾ ഒരു കാര്യത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ റൈനോ എനർജിയാണ്. നമ്മുടെ ഫോക്കസ് ഒരു കാര്യത്തിൽ ഡിസിപ്ലിനോടുകൂടി ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും, നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം കണ്ണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സർപ്പിച്ച് നിൽക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ അതിനിടയിലൂടെ മറ്റു ചില കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവും. ആ കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വയ്ക്കുമ്പോൾ തന്നെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ സ്പീഡ് കൂടുന്തോറും നമ്മൾ ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ സ്പീഡുള്ള ഒരു ഇതിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദൃശ്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിൽ പതിയുന്നുണ്ടാവില്ല. അതേസമയം നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ എല്ലാം കണ്ട് അറിഞ്ഞു പോകാം. നമ്മൾ ഒരിടത്തൊരു ട്രെയിനിൽ പോകുമ്പോൾ പോണ വഴികൾ നമുക്കറിയില്ല, ബസ്സിൽ പോകുമ്പോഴോ ഏതിലായാലും. പക്ഷെ അതേസമയം നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് എല്ലാ കാഴ്ചകളും മനസ്സിൽ പതിയും, നമ്മളൊന്നും വിട്ടുപോകില്ല എന്നുള്ളത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന അനുഗ്രഹവും മറ്റിടത്ത് ദോഷവുമായിരിക്കാം. അപ്പോൾ ഇവിടെ ചിലയിടങ്ങളിൽ നിങ്ങൾ സ്പീഡിനെ ആശ്രയിച്ച് മുന്നോട്ടേക്ക് ധൃതിയിൽ പോവുക, വേഗത്തിൽ പോവുക നല്ലതാണ്. മറ്റു ചിലയിടങ്ങളിൽ നിങ്ങൾ ഒന്ന് സ്ലോ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒന്ന് ഇടയ്ക്ക് സ്ലോ ചെയ്യേണ്ടുന്ന സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള പ്രശ്നം എന്നുള്ളതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കിയാലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റിടങ്ങളിൽ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം നോക്കി ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 9 of Feathers എനർജിയാണ്. 9 of Feathers എനർജി എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു റോസാപ്പൂവിനെ പോലെ ആവുക എന്നുള്ളതാണ്. റോസാപ്പൂവ് പുഷ്പം എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അത് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റില്ല, അതിന്റെ മുള്ളുകൾ കൊണ്ട്. അപ്പൊ അതുപോലെയാക്കാൻ നിങ്ങൾ വളരെ മനസ്സുകൊണ്ട് സൗന്ദര്യവും മറ്റുള്ളവരോട് സഹാനുഭൂതിയും ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ നിങ്ങളെ കാണുന്നു. പക്ഷേ നിങ്ങളായിട്ട്, അതാണ് നമ്മൾ പറയില്ലേ, ഡോണ്ട് മെസ് വിത്ത് ഹിം ഓർ ഹെർ എന്ന് പറയാം. അതായത് അവരുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ വളരെ സഹൃദയരായിട്ടുള്ള വ്യക്തികളായിരിക്കും. പക്ഷെ എന്തെങ്കിലും അവർക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന് തിരിച്ച് നല്ല പണി കിട്ടും എന്നുള്ളൊരു സാഹചര്യം, വളരെ സെൽഫ് എംപവേർഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ്. അതിനർത്ഥം നിങ്ങളിൽ എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതല്ല. ഇത് കേൾക്കുന്നതിൽ ഒരു ചില ആളുകൾ ഇപ്പോ ഒരു നെയിം എന്ന ഒരു പേര് വന്നിരിക്കുന്നത് ശ്രീദേവി. എന്തുകൊണ്ടും ആ ഒരു പേരാണ് ഇപ്പോൾ വരുന്നത്, ശ്രീദേവി. ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റോസാ പുഷ്പത്തെ പോലെ ആവുക എന്നുള്ളതാണ്. അതായത് വളരെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത്, അതായത് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്ക്
അതിന് അനുവദിക്കാതിരിക്കുക എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. 9 ഓഫ് ഫെദേഴ്സ് എനർജി. മറ്റൊരു കാര്യം ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിരിക്കും, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും, അമിതമായിട്ട് അല്ലെങ്കിൽ അധികം പുറത്തുള്ള ആളുകളായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു തെറ്റുമല്ല. അതായത് പുറത്തിറങ്ങിയ ആളുകളായിട്ട് ഇടപെടണം, മറ്റുള്ളവരോട് സംസാരിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, അതിലനുസരിച്ചിട്ട് പോവാം. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് അവിടെ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു മെസ്സേജാണ്. അതോടൊപ്പം തന്നെ 2 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. ലൈഫിലൊരു ബാലൻസ് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. ജീവിതത്തിലൊരു ബാലൻസ് എല്ലാ അർത്ഥത്തിലും കൊണ്ടുവരേണ്ട അനിവാര്യതയും ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ള മെസ്സേജ് കൂടിയിട്ടാണ്. ചില ആളുകൾ വീട് മോടി പിടിപ്പിക്കുന്ന സംബന്ധിച്ച് കാര്യങ്ങൾ, ചെടികൾ നടുക, അതുപോലുള്ള കാര്യങ്ങൾ, കൃഷിയിലേക്ക് ഇറങ്ങാം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. വരുമാനം 2 തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു വരുമാനം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം രണ്ട് തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കും. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന തരത്തിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ മറ്റൊരു ഉപാധി ബിസിനസ്സിലേക്ക് വേണ്ടി ശ്രമിക്കുന്നതാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതാണ് ഒരു ബാലൻസ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, ജോലി നല്ല രീതിയിൽ പോകുന്നു, അതോടൊപ്പം തന്നെ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയും ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ 2 ഓഫ് ഫെദേഴ്സ്, 2 ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് 2 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. അപ്പം ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് 2-1 എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ ഏതാണ് ലൈഫിൽ എന്താണ് വേണ്ടത് ഉറപ്പിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവിടെ ഒരു ഗേക്കോ എനർജിയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് എന്നുള്ളത് തീരുമാനിക്കുക. തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ തീരുമാനം എടുക്കുമ്പോൾ മനസ്സ് വളരെ ക്ലിയർ ആയിട്ട് വേണം തീരുമാനം എടുക്കാൻ. കാരണം ആ തീരുമാനം എടുക്കേണ്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട് ആലോചിക്കുക, വ്യക്തമായിട്ട് മനസ്സ് ക്ലിയർ ആയിട്ട് പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് മനസ്സിനെ നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചതിനു ശേഷം മാത്രം തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 8 ഓഫ് ഷെൽസ് എനർജിയാണ്. പുനർജന്മം അല്ലെങ്കിൽ ഒരു ജീവിതം പുനരാരംഭിക്കുകയാണ്. നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടാകുന്ന ഒരു ഫീലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. കാരണം നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ഹീലിംഗ് ആണ് ചില ആളുകൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആകാം. സ്വയം മറ്റുള്ളവര് നിങ്ങളുടെ പേഴ്സണൽ ഹാപ്പിനെസ് വിട്ട് കളയാതിരിക്കുക. പേഴ്സണൽ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതാണ് ഒരു പുതിയൊരു ജീവിതം. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ള മെസ്സേജോട് കൂടിയിട്ട് ഇത് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സി ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള സന്ദേശം പൈൽ നമ്പർ 2 മെയ് മാസത്തിന്റെ അവസാന പകുതി നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തൊക്കെയാണ് എന്നുള്ള സന്ദേശം നമുക്ക് നോക്കാം. മെയ് മാസത്തിന്റെ അവസാന പകുതിയിലേക്ക് നിങ്ങൾക്കുള്ള സന്ദേശം പൈൽ നമ്പർ 2.
Ace of Shells, 9 of Crystals, 6 of Feathers, 6 of Shells, 9 of Feathers, King of Feathers. Feathers strong energy ആണ്. മെയിൻ തീം എന്തായാലും ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, സോ പൈൽ നമ്പർ 2, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസത്തിന്റെ അവസാന പകുതി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തിടയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ ആ ഒരു പരിശ്രമം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ പുതിയൊരു സൂര്യോദയം ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇതിവിടെ കാണിക്കുന്നത്. അപ്പോ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നതിന്റെ ഒരു സന്തോഷവും, അതേപോലെ തന്നെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു എയ്സ് ഓഫ് ഷെൽസ് എനർജി, ടേർട്ടിൽ എനർജിയാണ് സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് വരുന്നതിന്റെ ഒരു മുന്നോടി കൂടിയിട്ടാണ് നിങ്ങൾ പലരും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സ്വർണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റലിലുള്ള ഈ ഒരു ആമയുടേതായിട്ടുള്ള ഫെങ്ഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ ശുഭമായിട്ടാണ് കാണുന്നത്. അത് വീട്ടിൽ വയ്ക്കുന്നത് വളരെ അധികം ആ ഒരു ഇന്ന മെറ്റൽ എന്നുള്ളതുകൊണ്ട് അതിന്റെ ഇന്ന സ്ഥാനത്ത് വയ്ക്കുകയാണെങ്കിൽ അത് കുടുംബത്തിന് വളരെയധികം ഐശ്വര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബ്രൗൺസിന്റെ ഒക്കെ വയ്ക്കുന്നത് വളരെയധികം ശുഭമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഫെങ്ഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. ഒരു ഗിഫ്റ്റാണ് ശരിക്കും ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബ്ലെസ്സിങ് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതേപോലെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്ന്, ആമ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ഉള്ളൊരു പതുക്കെ നടക്കുന്ന ഒരു ജീവിയാണ്, പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നൊരു സമയം എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതം വീണ്ടും പുനഃസൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തെ വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, ധൃതിയുടെ കൂടുതൽ കൊണ്ട് കാര്യങ്ങൾ വഷളാക്കാതിരിക്കുക, സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വേണ്ടത്രയും സമയമെടുത്തിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ നിങ്ങൾക്കായിട്ട് തരുന്നത്. അതോടൊപ്പം തന്നെ 9 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മാസത്തിന്റെ അവസാന പകുതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ പല 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 പരാജയങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഒത്തിരി ചിലപ്പോൾ ബിസിനസ് ചെയ്തിട്ടുണ്ടാവും, ജോലി ചെയ്തിട്ടുണ്ടാവും, ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ട് ഒരിക്കലും എങ്ങും നിങ്ങൾക്ക് വിജയപ്രാപ്തിയിൽ എത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഫൈനലി നിങ്ങൾ വിജയപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പരിശ്രമങ്ങളാണ്. നമ്മൾ എട്ടുകാലിയെ പോലെ ഒത്തിരി പരിശ്രമങ്ങൾ, ഒത്തിരിയിടത്ത് വല നെയ്തിട്ട് അവസാനം അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നഴ്സറി ടൈമിൽ പറയുന്ന പോലെ 7ാമത്തെ 8ാമത്തെ പ്രാവശ്യം ആണ് അത് ശരിയായിട്ട് വരുന്നതെന്ന് പറയുന്ന പോലെ ആ ഒരു ശ്രമമാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ പരിശ്രമിച്ചു നടന്നില്ല, വീണ്ടും പരിശ്രമിച്ചു നടന്നില്ല, അങ്ങനെ ഒത്തിരി തവണ ശ്രമിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഫൈനലി പച്ചപിടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ജീവിത വിജയം കണ്ടെത്തിയ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ, ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകളും ഒരു ലൈഫ് കോച്ച്, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, അതുപോലെ ആരുടെയെങ്കിലും അടുത്ത് പോകുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. 9 ഓഫ് ക്രിസ്റ്റൽസ് എനർജി എന്ന് പറയുമ്പോൾ റിവാർഡാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുന്നു. ഇതുവരെ പരിശ്രമിച്ചതിന്റെ ഫലം കണ്ടെത്തുന്നു. അതേപോലെ മറ്റൊരു തരത്തിൽ ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം നെയ്ത്താണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വല നെയ്യുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നെയ്ത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ വസ്ത്രവ്യാപാര വിതരണ രംഗത്ത് അല്ലെങ്കിൽ കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ സാധ്യത എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഫാഷൻ ഇൻഡസ്ട്രി നമ്മൾ പൊതുവെ പറയുമ്പോൾ കോസ്മെറ്റിക്സ് ആവും, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സോ മറ്റോ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ സാധ്യതകളാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും ആവാം സൂചിപ്പിക്കുന്ന 6 ഓഫ് ഫെദേഴ്സ് എനർജിയാണ് അടുത്തതായിട്ട്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 ഓഫ് ഫെദേഴ്സ് എനർജി എന്ന് പറയുന്നത്
നമ്മൾ പല പല കാര്യങ്ങളിലും ജീവിതത്തിൽ ഒരു ഒരു ജീവിതത്തിൽ നിങ്ങൾ ഒരു പലതും താണ്ടി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ഒരു എനർജി കൂടിയിട്ടാണ് ഇവിടെ തരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡ്രാഗൺ ഫ്ലൈ എനർജി എന്ന് പറയുന്നത് പുതിയൊരു പുനർജീവിതം, ന്യൂ പെർസ്പെക്റ്റീവ് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് പരാജയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു അത് ഇനി വീണ്ടും പുനർ സൃഷ്ടിക്കേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ അതിന് പകരം നിങ്ങൾ ചെറിയ ചെറിയ നമ്മൾ പറയില്ല അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഗുലുമാലൊക്കെ കാണിച്ച് അത് മറ്റുള്ളവരറിയാത്ത രീതിയിലോ അല്ലെങ്കിൽ അതിന് പൈസ ചെലവാക്കാൻ കഴിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യവശാലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ നടത്തി അപ്പോഴത്തെ ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ശരിയാക്കി വെച്ചിട്ട് മുന്നോട്ടേക്ക് പോയാൽ അത് ഒരിക്കലും വർക്കാവുന്നതായിട്ട് കാണിക്കുന്നില്ല. അതായത് ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജോലിയിലാണെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ തെറ്റ് ജസ്റ്റ് വീണ്ടും അത് പൂർണ്ണമായിട്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടൊക്കെയോ ആ ഭാഗം മാത്രം എന്തൊക്കെയോ ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്തത് മുന്നോട്ടേക്ക് പോയാലും അത് ഏറ്റവും അവസാനം എത്തുമ്പോൾ നോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇപ്പോൾ നിങ്ങളത് തിരുത്തുകയാണെങ്കിൽ കുറച്ച് തിരുത്തലുകൾ മാത്രം മതി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇപ്പൊ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മുന്നോട്ടേക്ക് പോയിട്ടാണ് അത് തിരുത്തേണ്ടി വരുന്നതെങ്കിൽ വേറെയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിരുത്തൽ വരേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നുണ പറഞ്ഞോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാതിരിക്കുക. സത്യസന്ധമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ 6 ഓഫ് ഷെൽസ് എനർജിയാണ്. 6 ഓഫ് ഷെൽസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. സെന്റിമെന്റൽ നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയെ, നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പൊ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം, സുഹൃത്തുക്കൾ തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 6 ഓഫ് ഷെൽസ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട്, ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലത്തില് നിങ്ങൾ ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾക്ക് എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പാസ്റ്റിൽ കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ, തിരുത്താതെ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ തിരുത്തുകയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളത്. അതേപോലെ 9 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തോന്ന്, അതായത് സ്വന്തം ജീവിതം ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരു കഴിവില്ലാത്ത, സ്വയം സംസാരിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ നാവാവുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സോഷ്യൽ കോസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട്, ഇതുവരെ നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷെ മറ്റുള്ളവരുടെ ചിന്താഗതി, അതായത് പഴഞ്ചൻ ചിന്താഗതി ആയിരിക്കാം, മറ്റുള്ളവരുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നീങ്ങുന്നതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ചിന്താഗതിയിൽ ടോട്ടലി മാറ്റം വരികയാണ്. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. യാത്രകൾ ചെയ്യുന്നുണ്ടാവും, വിദേശത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ യാത്രകൾ ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. 9 ഓഫ് ഫെദേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു ഓക്യുപ്പൈൻ എനർജിയാണ്. അതായത് നഷ്ടപ്പെടുത്തിയ, അതായത് വിട്ടുകളഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭയത്തെ അതിജീവിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കിങ് ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. ചെയ്യാനുള്ള കഴിവും ധൈര്യവും മനധൈര്യവും ഒക്കെ നിങ്ങൾക്കുണ്ട്. സ്വയം നിങ്ങളെ തന്നെ വില കുറച്ച് കാണാതിരിക്കുക എന്നുള്ളത്. കാരണം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ലിയോ അല്ലെങ്കിൽ ഒരു ലയൺ എനർജി ആണുള്ളത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ്, സ്വയം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്
നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഒത്തിരി ഭയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മറ്റാരെങ്കിലും ബിസിനസ് ഇന്നുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ കുടുംബത്തിൽ ആരും സമ്മതിക്കുന്നുണ്ടാവില്ല, മറ്റുള്ളവരുടെ സപ്പോർട്ടൊന്നും നിങ്ങൾക്കുണ്ടായെന്ന് വരില്ല. പക്ഷെ ഭയത്തെ അതിജീവിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ചെറിയ രീതിയിൽ തുടങ്ങിയും നിങ്ങൾക്കൊരു ബിസിനസ് വലിയ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ആകാംക്ഷകളോ ഉത്കണ്ഠകളോ ഒന്നുമില്ലാതെ തന്നെ ചെറിയ രീതിയിൽ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അത് വിപുലപ്പെടുത്തി എടുക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. കാരണം ചില സിറ്റുവേഷനിൽ നമ്മൾക്കറിയാം, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറ്റ്സ് ടു ഗുഡ് ടു ബി ട്രൂ. കാരണം ഇത് സത്യം തന്നെയാണോ എന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സത്യമല്ലായിരിക്കാം, നിങ്ങളെ കെണിയിൽപ്പെടുത്താനുള്ള ഒരു സാഹചര്യമായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളൊരു മെസ്സേജാണ് ഇത് ഇവിടെ തരുന്നത്. അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ പിന്മാറി ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ട് ഇവിടെ തരുന്നുണ്ട്. അതേപോലെ തന്നെ സിക്കാര എനർജി ട്രാൻസിഷനാണ്. ട്രാൻസിഷൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റമാണ്. ഇപ്പൊ പെർസ്പെക്റ്റീവിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ലോകത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലുള്ള മാറ്റമാണ്. അതൊരു പുതിയൊരു ഉണർവ്, പുതിയൊരു ജീവിതം നിങ്ങളിലേക്ക് കൊണ്ടുവരാണ്. ഇതുവരെ നിങ്ങളിൽ ഇല്ലാതിരുന്ന എന്താണ് മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, അത് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള സങ്കടങ്ങളൊക്കെ മറന്നിട്ട് ജീവിതം ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതൊരു ലിബറേഷൻ ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന സമയം വരുമ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിച്ചാൽ ഏറ്റവും സ്പീഡിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാം. ആ സമയത്ത് ഭയന്ന് മാറി നിൽക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജോട് കൂടിയിട്ട് ഇതിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പയൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പയൽ നമ്പർ 3 നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3, മെയ് മാസത്തിന്റെ അവസാന പകുതി നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? മെയ് മാസത്തിന്റെ അവസാന പകുതിയിലേക്ക് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Queen of Acorns, 4 of Acorns, High Priestess, 2 of Acorns, 7 of Feathers, 7 of Shells. And main theme is Justice Energy ആണ്. പയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള Queen of Acorns എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങൾക്കായിട്ട് ഈ ഒരു എനർജി നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകൾ അവർ പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതായത് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ അവർ പറയുന്നത് പലപ്പോഴും ചെയ്യുകയോ അനുസരിക്കുകയോ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാന ഭാഗത്തില് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഒരു കാറിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങളത് ചോദിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഒരു ഷെഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും. ആ വ്യക്തിക്ക് കാറിനെ കുറിച്ച് ചിലപ്പോൾ അറിയാമായിരിക്കാം, അറിയില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ കാറിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിവുള്ളിടത്ത്, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് സ്വന്തമായിട്ട് ചിലപ്പോൾ ഇതിനർത്ഥം ഒരു ഷെഫായിട്ടുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനോ കാറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതല്ല. ചില ആളുകൾ ഭൂരിഭാഗം ആളുകളും നാട്ടിലത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് കാർ ഉണ്ടെങ്കിൽ കൂടിയും കാറിന്റെ മറ്റു കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ
അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാഹനത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും പല കാര്യങ്ങളും അറിയുന്ന ആളുകളുടെ അടുത്ത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് ചോദിക്കാതിരിക്കുക. അപ്പോൾ സ്നേഹത്തിന്റെ പുറത്തല്ല ആളുകൾക്ക് കാര്യങ്ങൾ ചോദിക്കേണ്ടതും പറയേണ്ടതും. അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ക്രിയേറ്റിവിറ്റിയോടൊപ്പം തന്നെ വരുന്ന ഒന്നാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുന്നതിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ബന്ധങ്ങൾക്ക് വച്ചിട്ടല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബന്ധങ്ങൾ വച്ചിട്ടല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അറിവ്, ഒരു വ്യക്തിക്ക് അതിൽ അറിവുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തിയോട് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങളും മറ്റും ചോദിക്കുന്നതിനായിട്ട്. ഓക്കെ, 4 ഓഫ് ഏക്കോൺസ് എനർജിയാണ്. സോ ഇതിൽ നിങ്ങളെ സംബന്ധിച്ച് മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിലാണ്. അപ്പൊ നമുക്ക് ചുറ്റും പല ആളുകളും പല ചോദ്യങ്ങളും അല്ലെങ്കിൽ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ ചുറ്റുപാടുമുള്ള പല ആളുകൾക്കും നമ്മളുടെ ജീവിതത്തെ കുറിച്ചിട്ട് അറിയാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അമിതമായിട്ട് മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തി വിടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ സുഹൃത്ത് വലയമായിരിക്കും, അവരുടെ ജീവിതത്തിൽ അവരുടെ ഫാമിലി ആയിരിക്കും. ചില ആളുകൾക്ക് എല്ലാം എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നടക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെക്കാനായിട്ട് എന്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്നൊക്കെ ചില ആളുകൾ പറയും. അവരങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ചില ആളുകൾക്ക് അത് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർ പറയാതിരിക്കുക. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസത്തിന്റെ അവസാന പകുതിയിൽ അത് അത്ര നല്ല സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ലോകമാകുന്ന കുടുംബം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയാതിരിക്കുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് പറയുന്നതിലൂടെ അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ്, വളരെ എക്സൈറ്റഡ് ആണ് എല്ലാ കാര്യത്തിനും. അപ്പൊ ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ റെസ്റ്റ്ലെസ്നെസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയില്ലാതെ റെസ്റ്റ്ലെസ് ആയിട്ടാണ് പല കാര്യങ്ങളും നോക്കുന്നത്. ജീവിതത്തിൽ ചില ചലഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ് ഈ ഒരു മാസത്തിന്റെ അവസാന പകുതിയിൽ. അപ്പോൾ ചലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ റിയാലിറ്റിയിൽ നിന്ന് തെന്നി മാറാതിരിക്കുക. കാരണം നമ്മൾ പ്രത്യേകിച്ച് റെസ്റ്റ്ലെസ് ആവുക, ഇംപേഷ്യന്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമായിരിക്കില്ല. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ചലഞ്ചസ് വരുമ്പോൾ, എന്തെങ്കിലും തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടി വരുമ്പോൾ ഒക്കെ വളരെയധികം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് സംയമനം പാലിച്ചിട്ട് ഏത് പാതയിലേക്ക് പോകണം എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം തീരുമാനത്തിലേക്ക് എത്താൻ എന്നുള്ളത് പറയുന്നു. അപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങളോ മെഡിറ്റേഷനോ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. എഗെയിൻ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് അത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അതായത് ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അത് വേണമോ വേണ്ടയോ എന്നുള്ളൊരു എന്തോ ഒരു തോന്നൽ ചെയ്യാനായിട്ട് എല്ലാവരും പറയുമ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ചെയ്യണമെന്ന് തോന്നിയാലും നിങ്ങളുടെ മനസ്സിന്ന് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് ആ വഴിയെ സഞ്ചരിക്കുക. കാരണം ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിലും എന്തോ ഒരു തടസ്സം അവിടെ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോടത് വേണ്ട, അരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഇൻഡ്യൂഷന്റെ രീതിയിലേക്ക് പോവാം. ഇൻഡ്യൂഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സ്പിരിച്വലി നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആവും, മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭക്തി ഗാനങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ലതായിരിക്കും. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. 2 ഓഫ് ഏക്കോൺസ് എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഫോക്കസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഫോക്കസിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം പല സമയങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ജാഗരൂകരായിട്ട് ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് വേണ്ടത്. എപ്പോഴും ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും. പക്ഷെ അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, കഴിഞ്ഞുപോയ കാലത്ത് നിങ്ങൾ പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ കാലത്തിലുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആരാണ് എങ്ങനെയാണ് ആളുകളെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ ആരെ എവിടെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ ആരെ വിശ്വസിക്കാം എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമോഷണൽ ഇന്റഗ്രിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഡീപ്പായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ വളരെ കൂടുതലായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരുമായിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആവാനും നിങ്ങൾക്ക് പറ്റുന്നു. അതേപോലെ 7 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു മാസം അവസാന പകുതിയിൽ നോക്കുകയാണെങ്കിൽ കാണാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാഹചര്യം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് മുന്നോട്ടേക്ക് ഇറങ്ങി തിരിച്ചാൽ, ഉള്ളത് വെച്ചിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങി തിരിച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി മുന്നിൽ എന്താണെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം മുന്നിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാം അങ്ങ് എത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 7 ഓഫ് ഫെദേഴ്സ് എനർജി റിസോഴ്സ്ഫുൾനെസ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അതേപോലെ തന്നെ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൂൾ കാർഡാണ് അല്ലെങ്കിൽ ഫൂൾ എനർജിയാണ്. ഫുൾ എനർജി എന്ന് പറയുമ്പോൾ ഫെയ്ത്ത് ആണ്. നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു തരത്തിലുള്ള എനർജിയും പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് ഷെൽസ് എനർജിയാണ്. 7 ഓഫ് ഫെദേഴ്സ് ആൻഡ് 7 ഓഫ് ഷെൽസ് എനർജി. ഇമോഷണലി വളരെയധികം നിങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട്. അതേപോലെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച അവസരങ്ങൾ വരികയാണ്. ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച അവസരങ്ങൾ തേടി വരുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ 2-3 ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടി വരും. ഒന്ന് ആലോചിക്കുക എന്നല്ല, നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമായിരിക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, 3ഉം ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പൊ നിങ്ങൾ ഏതെടുക്കും എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ. പക്ഷെ അത് ഡ്രസ്സിന്റെ കാര്യമാണ്, ഇത് ജീവിതത്തെക്കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടേക്ക് വളരെയധികം ധൈര്യമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടതിന്റെ അനിവാര്യത കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും അവസരങ്ങൾ മാറ്റിവെക്കാതിരിക്കുക. ഇതിൽ ഏതാണ് അവസരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവസരത്തിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ തന്നെ ജസ്റ്റിസ് എനർജിയാണ്. ജസ്റ്റിസ് എനർജി വളരെ ജസ്റ്റിസ് എനർജിയും കർമ്മ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു എനർജി വളരെ വലിയൊരു മെസ്സേജാണ് തരുന്നത്.
നിങ്ങൾ ഇതിൽ കേൾക്കുന്ന പലർക്കും ഒരു കാർമിക് ഡെപ്റ്റ് ചില ആളുകൾക്ക് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുൻജന്മ പാപം, മുൻജന്മ പുണ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലുള്ളതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും ആയിരിക്കില്ല, ചില ആളുകൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മുൻ ജന്മത്തിൽ നിന്നുള്ള അനുഗ്രഹമോ ദോഷമോ രണ്ടിൽ ഏതുമാവാം വരുന്നതായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ശനി ഭഗവാനെ ആരാധിക്കുക. ശനിയാഴ്ച ദിവസം നീല വസ്ത്രം, കടും നീല വസ്ത്രം ശനിയാഴ്ച ധരിക്കുന്നത് നല്ലതായിരിക്കും. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും. അതേപോലെ സാറ്റേൺ എനർജീസ് ഉള്ളത് കൊണ്ട് സാറ്റർഡേ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.